നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സീസണിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തണം, കിരീടങ്ങൾ തിരിച്ചു പിടിക്കണം. അതാണ് റയൽ മാഡ്രിഡ് പ്ലാൻ ചെയ്യുന്നത്. അതിനൊത്തവണ്ണം ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൂപ്പർ താരം വിനി ജൂനിയർ പുറത്തു പോയേക്കും, ആഴ്സണലിന് താരത്തിൽ താല്പര്യമുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വ്യാപകമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൈ സ്പോർട്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഉറച്ചു വിശ്വസിക്കുന്നു വിനി പോവില്ല, വിനി തുടരും. വിനിയുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ചർച്ചകൾ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനും പറ്റും, അദ്ദേഹത്തെ നിലനിർത്താനും പറ്റുമെന്ന വിശ്വാസത്തിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത് എന്നാണ് സ്കൈ സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അതായത് റയൽ തീരുമാനിച്ചു വിനിയെ കൊടുക്കണ്ട, വിനി ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. അത് ഹോസെ മൊറീഞ്ഞോയും ക്ലബിനെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ സൂപ്പർ താരങ്ങളെയും നിലനിർത്തണം, വിനീഷ്യസും ബെല്ലിംഗാമും എംബാപ്പയും ഒക്കെ തുടരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും നേരത്തെ വന്നിരുന്നു. ഇനി റോഡ്രിയുടെ കാര്യമാണ് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റോഡ്രിക്ക് റയലിൽ ചേരാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ റോഡ്രിക്ക് വേണ്ടി ബാഴ്സലോണ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് പക്ഷേ റോഡ്രിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് അല്ല, മറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടാണ് അവർ കോൺടാക്റ്റ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സിറ്റിയുടെ ഭാഗത്തുള്ള ഇനീഷ്യൽ റിപ്ലൈ റോഡ്രി ഈസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ് എന്നുകൂടി വിവരങ്ങളുണ്ട്. പക്ഷേ ബാഴ്സ ചില പുഷിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ഡിആർയു AS റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുണ്ട്. PSG ആഡ് ഡയറക്റ്റ് കോൾ വിത്ത് റോഡ്രിയെ നേരിട്ട് വിളിച്ചു PSG. പക്ഷേ പ്ലെയർ നോ താങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡിഡ് നോട്ട് ഈവൻ ലിസൺ എന്ന് ഡിആർയു AS പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ PSG ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഡയമണ്ടയുടെ കാര്യത്തിൽ റയൽ ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് റോഡ്രി അവസാന നിമിഷം അവർ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതാണോ എന്നറിയില്ല. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് ഡിആർയു AS റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇന്നത്തെ മാർക്കയുടെ കവർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് ഫോർ റോഡ്രി എന്നാണ്. ഗ്രീൻ ലൈറ്റ് ഫോർ റോഡ്രി, അതായത് റോഡ്രിയെ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരാനുള്ള ഗ്രീൻ ലൈറ്റിൽ തെളിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ അവർ കൊടുക്കുന്നു. നേരത്തെ നമുക്കറിയാം ഫ്ലോറന്റിനോ പെരസിനായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവിലൊരു എതിർപ്പുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റോഡ്രിയെ കൊണ്ടുവരാൻ തന്നെ അവർ നീക്കം നടത്തുന്നു എന്നുള്ള വിവരം വരുന്നു. അതുപോലെ തന്നെ ഫബ്രീസിയോ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. മൈക്കൽ ഒലീസെ അത് ഫ്ലോറന്റിനോ പെരസിൻ്റെ ഡിസയറും ഡ്രീമും ഒക്കെ ആയിരുന്നു. പക്ഷേ ബയേൺ ഈ സമ്മറിൽ താരത്തെ കൊടുക്കാൻ തയ്യാറല്ല. ഫ്ലോറന്റിനോ പെരസും ബയേൺ ബോസസും തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പാണുള്ളത്. ഫ്ലോറന്റിനോ അതോടുകൂടി കൃത്യമായിട്ട് പറഞ്ഞു, ഇനിയിപ്പം ബയേൺ ഡോർ ഓപ്പൺ ചെയ്യാതെ ഒലീസയ്ക്ക് വേണ്ടി ബിഡ് വയ്ക്കില്ല എന്ന് ഫ്ലോറന്റിനോ പെരസ് പറയുകയും ചെയ്തു. ഇഫ് ബയേൺ ഓപ്പൺ ഡോർസ് ഇൻ 1 year ഓർ വെനെവർ റയൽ മാഡ്രിഡ് വിൽ ബി ദെയർ എന്നാണ് ഫബ്രീസിയോ പറഞ്ഞത്. സോ അതാണ് ഒലീസയുടെ ഒരു കാര്യം. അതേസമയം ഡയമണ്ടയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡും RB ലീപ്സിഗും എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ RB ലീപ്സിഗ് ഇപ്പം ഒരു താരത്തെ അവർക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ലഭിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. ഡയമണ്ടേ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് റീപ്ലേസ്മെൻ്റ് ആയിട്ടൊരു താരത്തെ കണ്ടെത്തി സൈൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഹോസെ മൊറീഞ്ഞോ ഓൾറെഡി അദ്ദേഹത്തെ ഡയമണ്ടേ ഉൾപ്പെടുത്തി ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇൻ ദി ഐഡിയ ഓഫ് ദി മാനേജർ ഹി ക്യാൻ പ്ലേ ഓൺ ദി റൈറ്റ് സംടൈംസ് ഓൺ ലെഫ്റ്റ് എന്നതാണ് ഇപ്പോൾ റയലിൻ്റെ അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും റയൽ അടുത്ത സീസണിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.